നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകളൊക്കെ മറ്റാരെങ്കിലും കാണുന്നുണ്ടോ? അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാറുണ്ടോ? എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സിൽ നിങ്ങൾ പോയി നോക്കുക. അങ്ങനെ ഏതെങ്കിലും ഡിവൈസസിൽ നിങ്ങളുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അത് ലോഗൗട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. എവിടെയാണ് ആ സെറ്റിംഗ്സ്, എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ലോഗൗട്ട് ചെയ്യാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആദ്യം കാണിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതുവശത്ത് താഴെ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ആ ഒരു 3 ലൈൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു സെർച്ച് ബാർ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. വേർ യുവർ ലോഗ്ഡ് ഇൻ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. വേർ എന്ന് ടൈപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടും. ഇനി ഇങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ മൊത്തത്തിൽ ടൈപ്പ് ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെത് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെതും കാണാൻ സാധിക്കും. പക്ഷേ ഫേസ്ബുക്കിൻ്റെത് ഇവിടെ നിന്നല്ല നമുക്ക് ലോഗൗട്ട് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ അവസാനം കാണിച്ചു തരാം. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്നത് നമ്മുടെ ഈ ഒരു മൊബൈലാണ്. അതിൻ്റെ താഴെ കാണുന്നതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള മൊബൈലാണോ ഡിവൈസ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പരിചയമില്ലാത്തതാണെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് അവിടെയൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ലോഗൗട്ട് കൊടുക്കുക. പരിചയമില്ലാത്ത മൊബൈലിൽ നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത യൂസർ നെയിമോ പാസ്വേഡോ വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൊബൈലിൽ ലോഗിൻ ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ പഴയ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിൽ ലോഗിൻ ആയിട്ടുണ്ടാകും. അതൊക്കെ ലോഗൗട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക. ഇനി ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ കാണിക്കുകയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ അക്കൗണ്ട് സെൻറ്റർ എന്ന് കാണാം. അവിടെ തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ ഇവിടെയുണ്ട്. വേർ യുവർ ലോഗ്ഡ് ഇൻ എന്ന ഓപ്ഷൻ ജസ്റ്റ് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കാണാം. ഇവിടെ ഫേസ്ബുക്കാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ നമ്മുടെ ഡിവൈസ് കാണാൻ സാധിക്കും ഗ്രീൻ കളറിൽ. അതിന് താഴെ കാണുന്നതൊന്നും നമ്മുടെ മൊബൈൽ അല്ല എങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും താഴെ കാണുന്ന സെലക്ട് ഡിവൈസ് ടു ലോഗ്ഡ് ഔട്ട് എന്ന ഈ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത മൊബൈൽ അതൊക്കെ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ലോഗൗട്ട് ചെയ്യുക. കാരണം ഇതൊക്കെ എൻ്റെ മൊബൈൽ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ലോഗൗട്ട് ചെയ്യാത്തത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത മൊബൈൽ ഇവിടെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതങ്ങനെ വെച്ച് കളയരുത്. നിങ്ങൾ എന്തായാലും അത് ലോഗൗട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇതിലൂടെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ നിങ്ങൾക്ക് അതിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.